ചെറുപ്പമുളപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. 2 മാസത്തോളമായി നമ്മുടെ സഹോദരിമാരും അമ്മമാരും സെക്രട്ടേറിയറ്റിന് മുമ്പേ തുച്ഛമായ വേതനത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ്. ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡായ വലിയ ട്രേഡ് യൂണിയനുകളൊക്കെ തോൽപ്പിക്കുന്ന ഒരു സമരമാണ് നമ്മുടെ സഹോദരിമാർ ഈ 2 മാസം കൊണ്ട് കാഴ്ചവെച്ചത്. ഇന്നും ഞാനവിടെ പോയിരുന്നു. തകർക്കുന്ന മഴയത്ത് ഒരു ടാർപോളിൻ പോലും വലിച്ചു കെട്ടാൻ പറ്റാതെ അവർ വിഷമിക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കമ്മികൾക്ക് ബുദ്ധി ശകലം കമ്മിയാണ്, ശകലം താമസിച്ച് വരുമെന്ന് പറഞ്ഞ മാതിരി ഇന്ന് നമ്മുടെ കവി സച്ചിദാനന്ദൻ ആശാ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇന്നോ നാളെയോ മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും വൈകി ഉദിച്ചതാണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും ഒരു ബുദ്ധി തോന്നി ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ. സാമ്പത്തികമായിട്ട് പലരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അധികമൊന്നുമില്ല, വളരെ നിസ്സാരമായിട്ട് അവരുടെ നിത്യനിദാന ചെലവുകൾ നടന്നു പോകത്തക്ക രീതിയിലുള്ള സഹായങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അവരെ ഈർക്കൽ സംഘടന എന്ന് പറഞ്ഞ് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ ഒരാൾ ഭിക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് ഭിക്ഷ കൊടുത്തില്ലെങ്കിലും അവരെ അധിക്ഷേപിക്കാതെ ഇരിക്കാനുള്ള മര്യാദയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതാണ്. അവർക്കൊരു ആനുകൂല്യം കൊടുക്കുന്നില്ല, അവരുടെ ടാർപാലിൽ വലിച്ചേറി കളയുന്നുണ്ട്, അവരെ ഈർക്കൽ സംഘടന എന്ന് വിളിക്കുന്നുണ്ട്, പാട്ടപ്പിരിവാറെന്ന് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ കേടാണ്? ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നന്ദിഗ്രാം ഓർമ്മയുണ്ടാകണം. ഇത് പതനത്തിൻ്റെ അവസാന ഘട്ടമാണ്. ഇനിയൊരു ഘട്ടത്തിലോട്ട് കേരളത്തിലെ വനിതകൾ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് തകർച്ചയുടെ ആരംഭമാണെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.